रामचन्द्राय रामभद्राय वेधसे रघुनाथाय नाथाय सीताया पतये नमः। पूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे വാൽമീകികോകിലം. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന ഭാഗങ്ങള് അഗസ്ത്യസ്തുതിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. അതിഗഹനമായിട്ടുള്ള ഒരു സ്തുതി. ഈ അധ്യാത്മരാമായണത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സ്തുതികളിൽ ഒന്നാണ് അഗസ്ത്യസ്തുതി. നമ്മുടെ പ്രപഞ്ചോൽപത്തി അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പത്തിലുള്ള ഉൽപ്പത്തിയെ കുറിച്ചുമൊക്കെ വളരെ ഉപനിഷത്ത് സാരാംശങ്ങളൊക്കെ കലക്കി അതിന്റെ ഒരു സമ്മറി ആയിട്ട് ആചാര്യൻ നമുക്ക് അഗസ്ത്യനിലൂടെ പറഞ്ഞു തരികയാണ് ഈ അഗസ്ത്യസ്തുതിയിലൂടെ. അപ്പൊ അത് വളരെ വിശദമായിട്ട് പല പ്രഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്ന വിഷയമാണ്. അപ്പൊ ആ പ്രധാനപ്പെട്ട സ്തുതി ഇന്ന് പാരായണം ചെയ്യപ്പെടുന്നുണ്ട് ഇവിടെ. അതോടൊപ്പം അഗസ്ത്യനെ കണ്ട ശേഷം അഗസ്ത്യന്റെ ഉപദേശത്തോടു കൂടി അവർ സ്വസ്ഥമായിട്ട് താമസിക്കാൻ വേണ്ടി രാമനും ലക്ഷ്മണനും സീതാദേവിയും കൂടെ പഞ്ചവടി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജടായു സംഗമം, ജടായുവിനെ കാണുന്നു. അപ്പൊ ജടായു ആദ്യം കാണുമ്പോ ശ്രീരാമൻ ഒരു അസുരൻ നമ്മളെ പിടിച്ചു വിഴുങ്ങാൻ വേണ്ടി ഇരിക്കുകയാണോ എന്ന് സംശയിക്കുന്നുണ്ട്. എന്നിട്ട് അമ്പും വില്ലും എടുത്ത് ജടായുവിനെ ആക്രമിക്കാൻ പോകുന്ന ഒരു സന്ദർഭം. അപ്പോ ജടായുവിന് മനസ്സിലായി വന്നത് ദശരഥന്റെ മക്കളാണ് എന്നുള്ളത്. ഇവിടെ ഈ പ്രധാനപ്പെട്ട ഒരു വിഷയം, പല വിമർശകരും രാമായണത്തിൽ പറയുന്നത് ഈ ശ്രീരാമനും അനുജന്മാരും ഒക്കെ ഒരു ഋഷ്യശൃംഖല യാഗം ചെയ്ത് പുത്രകാമേഷ്ടിയിൽ പായസം കഴിച്ചിട്ട് ഉണ്ടായ മക്കളാണ്. അപ്പൊ ദശരഥന്റെ പങ്ക് എന്താണ് എന്നുള്ളതാണ് ജടായു ഇവിടെ ദശരഥനെ പോലെ തന്നെ ഉണ്ട്, ദശരഥന്റെ മക്കൾ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന രീതിയിലാണ് ദശരഥന്റെ മക്കളാണെന്ന് ജടായു ഇവിടെ തിരിച്ചറിയുന്നുണ്ട്. അപ്പോ വയസ്യനായ എന്റെ കൂട്ടുകാരനായ ദശരഥന്റെ നിങ്ങളുടെ അച്ഛനായ ദശരഥന്റെ കൂട്ടുകാരനാണ് ഞാൻ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു ജടായു. അപ്പൊ ജടായുവിന്റെ ആ ഒരു സ്നേഹവാത്സല്യങ്ങളൊക്കെ കാണുന്ന ഒരു രംഗമാണ് അവിടെ വരുന്നത്. പിന്നെ ജടായുവിന്റെ കൂടെ സഹായത്തോടു കൂടി അദ്ദേഹം ഒരു കാവൽക്കാരനായിട്ട് അവിടെ നിൽക്കാം, നിങ്ങൾ അവിടെ സമാധാനമായിട്ട് ജീവിച്ചോളൂ എന്ന് പറഞ്ഞ് ഒരു പഞ്ചവടിയില് ഈ ഗൗതമി തീരം ഗൗതമി നദിയുടെ തീരത്ത് പർണശാലയൊക്കെ പണിത് സമാധാനമായിട്ട് ജീവിക്കുന്നു അവിടെ. ഇവിടെ ഈ 13 വർഷക്കാലം ഈ വനവാസം ഉണ്ടായി എന്ന് ഇന്നലെ വായിച്ച ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്. അതില് മുനിമണ്ഡലത്തിലാണോ പഞ്ചവടിയിലാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് ഇവിടെ ആചാര്യൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതായത് ഈ സജ്ജന സംസർഗമൊക്കെ ആയിട്ട് അവിടെ 13 വർഷം വസിച്ചു എന്ന് ഇന്നലെ വായിച്ചപ്പോ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ അധ്യാത്മരാമായണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഥയ്ക്കല്ല പ്രാധാന്യം. ഇവിടെ ഈ ഉപദേശങ്ങൾക്കും രാമന്റെ മഹാത്മ്യത്തിനുമാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുന്നത്. അതിന് ഉദാഹരണമായിട്ടാണ് തൊട്ടടുത്ത് തന്നെ ലക്ഷ്മണ ഉപദേശമായിട്ട് ഒരു ഭാഗം വരുന്നത്. അതും ഇന്നിവിടെ വായിക്കുന്നുണ്ട്. ഇപ്പോ ലക്ഷ്മണൻ മുക്തിമാർഗത്തെ കുറിച്ച് ശ്രീരാമനോട് ചോദിക്കുന്നു. അപ്പോ മുക്തിമാർഗത്തെ കുറിച്ചും അതും ഗഹനമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആ മുക്തിക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി ഭക്തിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് രാമന്റെ ഉപദേശം വരുന്നത് ഇവിടെ ലക്ഷ്മണോപദേശത്തില്. ഈ രാമായണത്തില് 3 പ്രാവശ്യം ലക്ഷ്മണൻ ഉപദേശിച്ചു കൊടുക്കുന്നത്. ആദ്യം നമ്മൾ അയോധ്യാകാന്ഡത്തിൽ കണ്ട ലക്ഷ്മണോപദേശം അത് ക്രോധത്തിനെ ശമിപ്പിക്കാനുള്ള രീതിയിലായിരുന്നു. ഇത് 2ാമത്തെ ഉപദേശമാണ്. ഇത് മുക്തിമാർഗത്തെ കുറിച്ചാണ് ഉപദേശിക്കുന്നത്. അപ്പൊ ഈ മുക്തിമാർഗത്തിന്റെ സാരാംശം ഈ എഴുത്തച്ഛൻ പറഞ്ഞ കാര്യമാണ്. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പ്രേമാത്മക ഭക്തി ഏവ സതതം സ്വാധീയസി ശ്രേയസി എന്ന് നാരായണീയത്തിൽ പറഞ്ഞതെന്ന് തോന്നും. ആ രീതിയിലാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ലക്ഷ്മണോപദേശം കഴിഞ്ഞിട്ടാണ് ഈ കഥയിലെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ശൂർപ്പണഖയുടെ പ്രവേശം. ഇവര് സ്വസ്ഥമായിട്ട് അപ്പൊ എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്? അയോധ്യയില് ജീവിക്കുന്ന പോലെയാണ് രാമനും ലക്ഷ്മണനും ഒക്കെ സീതയും ജീവിക്കുന്നത്. അവർ നിത്യവും കാലത്ത് ചിട്ടയായിട്ടുള്ള കാര്യങ്ങൾ രാമൻ മുമ്പിൽ നടക്കും, സീത നടുക്ക് നടക്കും. അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ഇവിടെ ആചാര്യൻ വർണ്ണിക്കുന്നുണ്ട്. അവൾക്ക് അവര് നിത്യകർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നു. ലക്ഷ്മണൻ ഭക്ഷണത്തിന് വേണ്ടി ഓരോ സാധനങ്ങൾ ഫലമൂലാദികൾ കൊണ്ടുവരുന്നു. അതിനുശേഷം ഇവര് കടന്നുറങ്ങുമ്പോൾ ലക്ഷ്മണൻ കാവൽ നിൽക്കുന്നു എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്.
അങ്ങനെ സമാധാനമായിട്ട് ജീവിക്കുന്ന സമയത്ത് അവിടെ ശൂർപ്പണഖ പ്രത്യക്ഷപ്പെടുന്നു. അവിടെ ജനവാസ, അതായത് ശൂർപ്പണഖ അവിടെ ഖരദൂഷണ ദൃശ്യാക്കൾ എന്ന സഹോദരന്മാരോടുകൂടി ആ ഭാഗത്ത് ജീവിക്കുന്ന ആളാണ്. ഇങ്ങനെ കാട്ടിലൂടെ നടക്കുമ്പോൾ അവിടെ ഈ പുഴയിൽ നിന്ന് നടന്നു പോയ ആ കാൽപാദം കണ്ട്, ശ്രീരാമന്റെ കാൽപാദം കണ്ട് ഈ സാമുദ്രിക ശാസ്ത്ര ലക്ഷണത്തിൽ നിപുണയായിട്ടുള്ള ശൂർപ്പണഖ ആ പാദം കണ്ടപ്പോൾ അതിൽ ഉള്ള രേഖകൾ വെച്ച് മനസ്സിലായി ഇത് അതിസുന്ദരനും കോമളനുമായിട്ടുള്ള ഒരു പുരുഷന്റെ കാൽപാദമാണ് എന്ന് മനസ്സിലാക്കി ആ കാൽപാദം വെച്ചിട്ടാണ് ശ്രീരാമന്റെ അടുത്തേക്ക് വരുന്നത്. അവിടെ കണ്ടപ്പോ ശൂർപ്പണഖ ആകെ ഒരു കാമരൂപിണിയാണ് പല പ്രാവശ്യം പറയുന്നുണ്ട്. കാമരൂപിണി എന്നതിന്റെ അർത്ഥം ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കാൻ കഴിയുന്നവൾ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഇവിടെ ശൂർപ്പണഖ വന്ന് ശ്രീരാമനെ കണ്ടോടൻ ശ്രീരാമനോട് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ഈ മറ്റ് രാമായണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അധ്യാത്മ രാമായണത്തിൽ ശൂർപ്പണഖയാണ് ആദ്യം ശ്രീരാമനോട് ചോദിക്കുന്നത്, നിങ്ങൾ ആരാണ്, എവിടുന്ന് വന്നു എന്നൊക്കെ. സാധാരണ രാമന്റെ ഒരു സ്വഭാവം വെച്ച് രാമൻ ആര് വന്നാലും ആദ്യം അങ്ങോട്ട് പൂർവഭാഷിയാണ് രാമൻ. ആര് വന്നാലും രാമനാണ് ആദ്യം സംസാരിക്കുക. അപ്പൊ കമ്പരാമായണത്തിലൊക്കെ രാമനാണ് ശൂർപ്പണഖയെ സ്വീകരിക്കുന്നത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് ആചാര്യൻ ശൂർപ്പണഖയെ കൊണ്ടാണ് ആദ്യം സംസാരിപ്പിക്കുന്നത്. ഇപ്പൊ ശൂർപ്പണഖ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിക്കുന്നു. അപ്പൊ അതിനുശേഷം അപ്പൊ തന്നെ ഒരു കാമാഭ്യർത്ഥന നടത്തുകയാണ്, ഞാൻ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ് ശൂർപ്പണഖ. അപ്പൊ രാമൻ അവിടെ അവിടെ രാമനും ശൂർപ്പണഖയായിട്ടുള്ള സംവാദം ആദ്യം ശ്രീരാമൻ എനിക്ക് പത്നിയുണ്ട്, സീതയെ കാണിച്ചു കൊടുക്കുന്നു, അതുകൊണ്ട് പത്നി ഇല്ലാത്ത ഒരാൾ എന്റെ കൂടെയുണ്ട്, അയാളുടെ അടുത്ത് പോയി അഭ്യർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞ് ലക്ഷ്മണന്റെ അടുത്തേക്ക് വിടുന്നു. അപ്പൊ ലക്ഷ്മണൻ പറയുന്നു, ഞാൻ ശ്രീരാമന്റെ ദാസനാണ്, നിനക്ക് ഒരു ദാസിയായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു രൂപം കണ്ടാൽ, സിൻസ് ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടാൽ, അതുകൊണ്ട് രാമൻ തന്നെയാണ് പറ്റിയത്, ഒന്നുകൂടെ പോയി അഭ്യർത്ഥിക്കാൻ പറഞ്ഞ് വീണ്ടും രാമന്റെ അടുത്തേക്ക് വരുന്നു. അപ്പൊ രാമൻ പറയുന്നു, ഈ പത്നി ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല, ഒന്നുകൂടെ ലക്ഷ്മണനോട് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ 3 പ്രാവശ്യം ശൂർപ്പണഖ നടത്തുന്നുണ്ട് ശ്രീരാമൻ. അപ്പൊ 3ാമത്തെ പ്രാവശ്യമായപ്പോ ശൂർപ്പണഖയ്ക്ക് ദേഷ്യം വന്ന് സ്വന്തം ആ രാക്ഷസി രൂപം എടുത്ത് ആക്രമിക്കാൻ പോകുന്നു. ആ സമയത്ത് ലക്ഷ്മണൻ ഈ ശൂർപ്പണഖയെ വാളുകൊണ്ട് വെട്ടി മൂക്കും മുലയും ഒക്കെ അരിയുന്നു എന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. അപ്പൊ ആ ഒരു ദേഷ്യത്തോടു കൂടി ഒരു കറുത്ത പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ചുവന്ന പുഴകൾ ഒഴുകുന്ന പോലെ രക്തമൊഴുകിയിട്ടാണ് ശൂർപ്പണഖ അവിടുന്ന് ഓടിപ്പോകുന്നത്. ഇത് കൂടിയാട്ടത്തില് നിണം എന്നൊരു കഥാപാത്രം ഉണ്ട് ശൂർപ്പണഖാംഗം എന്നുള്ളതില്. കഥകളിയിലും ഈ ഖരവധത്തിൽ നിണമുണ്ടോ എനിക്കറിയില്ല. കഥകളിയിലും നിണം 2 കഥകളിൽ ആയിട്ടുള്ളത്, ഒന്ന് കിർമീരവധത്തിലും ഒന്ന് കാലകേയവധത്തിലും നിണം എന്ന രൂപം ഉണ്ട്. ഈ ഖരവധത്തിൽ ഈ ശൂർപ്പണഖയ്ക്കുണ്ടോ എനിക്കറിയില്ല. അതൊക്കെ കലാനിലയം അനിൽകുമാറിനെ കുറിച്ചൊക്കെ പറയുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ ശൂർപ്പണഖാംഗം എന്നൊരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ച് അവസാനിപ്പിക്കാൻ പോകുന്നത്. അതായത് രാമായണത്തിലെ ആ കഥാഗതി മാറുന്ന ഒരു സന്ദർഭമാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെ ഭംഗിയായിട്ട് നടന്നു പോകുന്ന ഈ പിഷാരോടി സമാജത്തിന്റെ രാമായണ മാസ സത്സംഗം അത് ഞാൻ ഈ വർഷമാണ് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ചു തുടങ്ങിയത്. എന്തായാലും വളരെ നല്ല രീതിയിലുള്ള പാരായണങ്ങളും നല്ലൊരു പ്രഭാഷണങ്ങളും ഒക്കെ ചേർന്ന് എന്തായാലും ഈ ഷാരോടി കുടുംബത്തിന്, അതായത് നമുക്ക് എല്ലാവർക്കും സഹോദര തുല്യന്മാരും ഗുരുതുല്യന്മാരും എല്ലാവർക്കും ഇതൊരു മുതൽക്കൂട്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രല്ല നമ്മളിപ്പോ ഈ രാമായണ മാസം ആയിട്ട് ഈ കർക്കിടക മാസത്തിനെ നമ്മൾ കൊണ്ടാടുന്നു. അതിപ്പോ ഈ ഇടക്കാലത്ത് തുടങ്ങിയിട്ടുള്ള ഒരു സവിശേഷമായിട്ടുള്ള ഒരു സംഗതിയാണെന്ന് എല്ലാവർക്കും അറിയാം. മാത്രല്ല അനവധി പ്രഭാഷണങ്ങള്, അനവധി സത്സംഗങ്ങള് എല്ലാം നമ്മുടെ കേരളത്തിലെ മലയാളികളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. സങ്കടകരമായിട്ടുള്ളൊരു വസ്തുത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും അതിനെ അങ്ങോട്ട് ഒരു പരിപൂർണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ചൊരു മാറ്റം വരുത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവായിട്ടാണ് കാണുന്നത്. കാരണം ഈ മഹർഷീശ്വരന്മാരായിട്ടുള്ള വ്യാസൻ, വാൽമീകി തുടങ്ങിയിട്ടുള്ള മുനിപുങ്കവന്മാര് അവര് വേദങ്ങളെ പകുത്തു, ഉപനിഷത്തുകൾ ഉണ്ടാക്കി, ശാസ്ത്രങ്ങൾ ഉണ്ടാക്കി. ഇതുകൊണ്ടൊന്നും സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഇത് എത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതിഹാസം പുരാണങ്ങളായിട്ടുള്ളതൊക്കെ ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. അപ്പോ ഈ കഥാരൂപത്തില്
ഈ കഥ കേൾക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ? കുട്ടിക്കാലം മുതൽക്ക് നമ്മൾ അമ്മൂമ്മയുടെ അടുത്തിരുന്നിട്ട് കഥ കേട്ടത് വയസ്സാവുന്നതായാലും നമുക്ക് കഥ കേൾക്കുന്നതിനോടൊന്നും ഒരു താല്പര്യക്കുറവ് ആർക്കും ഉണ്ടാവാറില്ല. അതിപ്പോ പരദൂഷണ കഥയാണെങ്കിൽ പോലും നമ്മളത് കേട്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പറയുന്നതിനും കേൾക്കുന്നതിനും ഒക്കെ അപ്പുറത്തായിട്ട് ഈ കഥയുടെ ഉള്ളിൽ എന്താണ് ആ ധിഷണാശാലികളായിട്ടുള്ള മഹർഷീശ്വരന്മാർ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്ന് നമ്മൾ സ്വയം തിരഞ്ഞു കണ്ടെത്തി അനുഭവിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവരത് ചെയ്തത്. അല്ലാതെ വെറുതെ കിട്ടുമ്പോൾ അതിനൊരു വില ഉണ്ടാവില്ല. ഈ രാമായണം ആയിക്കോട്ടെ, മഹാഭാരതം ആയിക്കോട്ടെ, മറ്റു പല കഥകളായിക്കോട്ടെ, ഒരു ഉദാഹരണത്തിന് ഞാനൊരു 2-3 കഥ പറയാം. ഈ 3 കഥ വ്യക്തമായിട്ട് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ഏതാണ്ട് ഒരു ആൻസർ കിട്ടും. ഞാൻ രാമായണ മാസത്തില്, കർക്കിടക മാസത്തില് എന്തുകൊണ്ടാണ് രാമനെ പറ്റി പറയാത്തത് എന്നുള്ള ഉത്തരവും കൂടി അതിൽ കിട്ടും. പണ്ട് ഒരു അച്ഛൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് മകനെ വിളിച്ച് പറഞ്ഞത്രേ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ നമുക്കൊരു പേപ്പർ തരാം, അല്ലെങ്കിൽ ഒരു ഓലച്ചുരുളോ, അന്നത്തെ കാലത്തെ എന്താ വെച്ചാൽ അത്, ഞാൻ മരിച്ചതിന് ശേഷം നീ ഇത് തുറന്നു വായിക്കണം, അതിനു മുമ്പ് വായിക്കരുത്, ഭദ്രമായിട്ട് എടുത്തു വെച്ചോ എന്ന് പറഞ്ഞൊരു പേപ്പർ ചുരുള് കൊടുക്കുകയാണ്. ആ പേപ്പർ ചുരുള് ഇയാൾ ഭദ്രമായിട്ട് എടുത്തു വെച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞു അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചു, എന്റെ ക്രിയകളെല്ലാം കഴിഞ്ഞു. ആ പേപ്പർ ചുരുള് അവൻ എടുത്ത് വായിച്ചു നോക്കി. ആദ്യം ഒന്ന് ഞെട്ടിപ്പോയി. അത്രയധികം കേമായിട്ടുള്ള വാക്കുകളാണ് എഴുതിയിരിക്കണം. എന്താ എഴുതിയിരിക്കണം? ഇതൊക്കെ നിങ്ങൾ കേട്ട കഥകളായിരിക്കും, എന്നാലും ഇവിടെ ഒരു പറയുന്നതിനൊരു കാരണമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വെയിലത്ത് നടക്കരുത്. ഓ, സന്തോഷമായി, അച്ഛനാണല്ലോ പറയണത് വെയിലത്ത് നടക്കരുതെന്ന്. അമ്മയ്ക്ക് കൊടുക്കരുത്. കേട്ടപ്പോ കുറച്ച് വിഷമം തോന്നിച്ചാലും എന്തായാലും അച്ഛൻ പറഞ്ഞതല്ലേ, നോക്കാം, പരീക്ഷിച്ച് നോക്കാം. ഭാര്യയ്ക്ക് കൊടുക്കണം. അത് കേട്ടപ്പോ പിന്നെ പ്രത്യേകിച്ച് ഒന്നുകൂടി സന്തോഷമായി. അച്ഛനെ ജയിക്കണം, ഗുരുവിനെ കൊല്ലണം. ഇത് മുഴുവൻ വായിച്ചപ്പോഴേക്കും ഇയാൾക്ക് ആകെ എന്താ ചെയ്യേണ്ടതെന്ന് തിരിച്ചില്ലാണ്ടായി. എന്നാലും അച്ഛൻ്റെ ഒരു അവസാനത്തെ ആഗ്രഹമല്ലേ, അതുപോലെ ചെയ്യാം എന്ന് വിചാരിച്ചു. വലിയ പറമ്പ് കൃഷിയൊക്കെ ഉള്ളതാണ്. ഇയാള് കൃഷിസ്ഥലം വരെ രാവിലെ പിറ്റേ ദിവസം ആളെ വിളിച്ച് പന്തൽ ഇടിയിച്ചു. വെയിൽ കൊള്ളരുതെന്നാ പറഞ്ഞേക്കണം, പോയി വരാനുള്ള സൗകര്യത്തിന്. അങ്ങനെ ഇതിൽ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതിപാലിച്ചു എന്നുള്ളതാണ് കഥ. ഈ അക്ഷരം പ്രതിപാലിച്ചപ്പോ എന്തായി? ഈ മകൻ കുട്ടിച്ചോറായി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും. ഈ അച്ഛൻ്റെ ഒരു സുഹൃത്ത് മറുനാട്ടിലായിരുന്നു, അയാള് തിരിച്ചു വന്നു. അപ്പൊ ഈ സുഹൃത്തിന്റെ മകൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട് കണ്ടപ്പോൾ ചോദിച്ചത്, ഈ എന്തെങ്ങനെയായത്? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ധാരാളം സ്വത്തുവകകളും ജീവിക്കാൻ ഇഷ്ടം പോലെ സമ്പത്തും എല്ലാം ഉണ്ടായിട്ട് നീ എന്തെങ്ങനെയായത്? മകൻ പറഞ്ഞു, ഞാൻ അച്ഛൻ പറഞ്ഞത് അതുപോലെ അനുസരിച്ചു, അതാ എനിക്ക് പറ്റി. എന്റെ ഒരു സുഹൃത്ത് അങ്ങനെ പറയാൻ യാതൊരുവിധ സാധ്യതയില്ല. എന്താ അദ്ദേഹം പറഞ്ഞത്? ഈ മകൻ ആ പേപ്പർ ചുരുൾ എടുത്ത് കാണിച്ചു, ഇതിൽ എഴുതിയിട്ടുണ്ട്, ഇതാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് ഇതാണ് എനിക്ക് തന്നത്. പേപ്പർ വായിച്ചു നോക്കിയപ്പോ സുഹൃത്ത് പറഞ്ഞു, എടാ പൊട്ടാ, വെയില് കൊള്ളരുത് എന്ന് പറഞ്ഞാൽ നീ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ജോലിക്ക് പോകണമെന്നാ പറഞ്ഞു, അസ്തമിച്ചതിന് ശേഷമേ തിരിച്ചു വരാവൂന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അമ്മയ്ക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞു അതിൽ ഇല്ലേ? ആ അമ്മയ്ക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അവിടെ സർവ്വ സ്വാതന്ത്ര്യം ഉണ്ടാവണം വീട്ടില്. അമ്മ എടുത്തു കഴിക്കാൻ മാത്രം അർഹതയുള്ള ആളാണ്, കൊടുക്കാനുള്ളതല്ല. ഭാര്യയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ഭാര്യ പുറത്തു നിന്ന് വന്ന ഒരു വ്യക്തിയാണ്. അവരെ നമ്മൾ കൊടുക്കുക തന്നെ വേണം, അവരെ എടുക്കാൻ സമ്മതിക്കരുത്. അച്ഛനെ ജയിക്കണം. നാളെ പറയണം, ഇന്ന ആളുടെ മകൻ എന്നല്ല, ഇന്ന മകന്റെ അച്ഛനാണ് അത് എന്ന് പറയിപ്പിക്കണം. അറിവ് കൊണ്ട് ഗുരുനാഥനെയും കൂടി കൊല്ലണം. കൊല്ലണം മീൻസ് ഇവിടെ കൊല്ലണം എന്നുള്ള വാക്യാർത്ഥം എടുക്കരുത്. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഈ മകൻ താടിക്ക് കയ്യും കൊടുത്ത്, ഇതായിരുന്നു അല്ലേ പറഞ്ഞത്. അതിനനുസരിച്ച് ജീവിച്ചപ്പോൾ മകൻ മുമ്പത്തേക്കാൾ ഐശ്വര്യവാനായിട്ട് ജീവിച്ചു എന്നൊരു കഥ. രണ്ടാമത്തത്, 2 കുട്ടികളാണ്. ആ കുട്ടികൾ ഇങ്ങനെ കളിച്ച് നടന്നു പോണ സമയത്ത് ഒരുത്തൻ മഹാദുഷ്ടനാ, ഒരുത്തൻ പാവ. ഇങ്ങനെ പോണ സമയത്ത് ഒരു മരത്തിന്റെ ചുവട്ടിലൊരു കിളിക്കുഞ്ഞ് താഴെ വീണ് കിടക്കണം. ഈ പാവത്താനായിട്ടുള്ള കുട്ടി വേഗം ഓടിച്ചെന്നു, അതിനെ എടുത്തു, ശുശ്രൂഷിച്ചു, വെള്ളം കൊടുത്തു, അതിന്റെ കൂട്ടിലേക്ക് തിരിച്ചു കയറ്റി വെച്ചു. മറ്റവനാണെങ്കിൽ അതിനെ പിടിച്ച് കൊല്ലാനോ നോക്കിയത്, സമ്മതിച്ചില്ല. എങ്ങനെയൊക്കെ അവനെ രക്ഷപ്പെടുത്തി.
പിറ്റേ ദിവസം ഈ കിളികളുടെ ഒരു പട തന്നെ ഇവന്റെ വീട്ടിലേക്ക് വരണം. അനവധി സ്വർണ്ണ നാണയങ്ങളും രത്നങ്ങളും. അതെന്താ വെച്ചാൽ ഈ കുഞ്ഞ് കിളി അതിന്റെ അമ്മയോട് പറഞ്ഞു അത്ര എന്നെ ഇങ്ങനെ ഒരു മനുഷ്യക്കുട്ടിയാണ് രക്ഷിച്ചത്. ഇത് വെറും കഥയായിട്ട് എടുക്കുന്ന പോയിന്റ് അല്ല, വളരെ നിസ്സാരമായ പണ്ട് ബാലരമയിലോ അമർചിത്രത്തിലോ ഏതോ ഒരു വായിച്ച കഥയാണ്. പക്ഷെ ആ കഥയ്ക്കുള്ള വലിപ്പം അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ കഥയ്ക്കുള്ള വലിപ്പം. ഈ ദുർബുദ്ധിയായിട്ടുള്ള കൂട്ടുകാരൻ എന്ത് ചെയ്തു? എനിക്കും ഇതുപോലൊക്കെ സമ്പത്തുണ്ടാവണമല്ലോ, അല്ലെങ്കിൽ ഐശ്വര്യം ഉണ്ടാവണം എന്ന് വിചാരിച്ച് ആ മരത്തിന്റെ ചോട്ട് പോയി നോക്കി. അവിടെ കിളിയൊന്നും വീണ് നടക്കണില്ല. ഇവര് ചെല്ലുമ്പോ കിളി വീണ് നടക്കൊന്നുമില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്തു? ഇവനൊരു കല്ലെടുത്ത് ഒരൊറ്റ ഏറാ കിളിക്കൂട്ടിലേക്ക് അവര് കിളിയെ താഴത്തേക്ക് വെച്ച്. എന്നിട്ട് ഇവൻ അതിനെ ശുശ്രൂഷിച്ച് വീണ്ടും ആ മരത്തിന്റെ പുറത്ത് കയറ്റി വെച്ചു. പിറ്റേ ദിവസം ഇതുപോലെ ഇവന്റെ വീടിന് മുമ്പിൽ അനവധി കിളികൾ. കൊടുത്തത് സ്വർണ്ണ നാണയങ്ങളും രത്നങ്ങളൊന്നും അല്ല, നല്ല കൊത്താ കൊടുത്തതെന്ന് മാത്രം. അപ്പൊ അവന് കാര്യം മനസ്സിലായി എന്താ ഉണ്ടായത് എന്നുള്ളത്. ഇതൊരു കഥ. മൂന്നാമത്തെ ഒരു കഥ. പണ്ടൊരു രാജ്യത്ത് ഇതുപോലെ ഒരു പുരാണങ്ങളെല്ലാം അറിയാം, ഞാൻ മഹാസംഭവമാണ്, ഭാഗവതം ഞാൻ എല്ലാ ദിവസവും വായിക്കണതാണ്, അതുകൊണ്ട് ഭാഗവതത്തിലെ ഏത് കഥ എവിടുത്തെയും ഏത് വരി ഏത് അക്ഷരം എനിക്ക് ചോദിച്ചാലും പറയാൻ പറ്റും, ഞാൻ അതിനും മാത്രം പാണ്ഡിത്യമുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ട് അവകാശപ്പെട്ടുകൊണ്ട് ഒരു രാജാവിനെ ഒരു പണ്ഡിതൻ മുഖം കാണിക്കുകയാണ്. അപ്പൊ പണ്ഡിതൻ ഇത് പറഞ്ഞ സമയത്ത് അന്നത്തെ കാലത്ത് രാജാക്കന്മാർ അസാമാന്യ വിവരമുള്ള ആൾക്കാരായിരുന്നു, ഇന്നത്തെ പോലെയല്ല. അപ്പൊ ആ രാജാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, അങ്ങിപ്പോ എത്ര തവണ മഹാഭാഗവതം ഇതൊക്കെ വായിച്ചിട്ടുണ്ടാവും? ഞാൻ അങ്ങനെയൊന്നുമില്ല, എല്ലാ ദിവസവും മിക്കവാറും എല്ലാ ദിവസവും ഞാൻ ഒരു ദിവസം കൊണ്ട് ഈ ഭാഗവതം ഇതെല്ലാം വായിച്ചു കഴിയോ? അങ്ങനെയല്ല, ഭാഗവതം എല്ലാം വായിക്കലുണ്ട്. ഒരു മാസം കഴിഞ്ഞിട്ട് വരും, എല്ലാ ദിവസവും ഇത് വായിക്കും പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞപ്പോ വീണ്ടും വന്നു. അങ്ങ് പറഞ്ഞ പോലെ ഞാൻ ഒരു മാസം വായിച്ചു. അപ്പൊ രാജാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഒരു മാസം കൂടി വായിക്കും. വരുമ്പോഴൊക്കെ രാജാവ് പറയും, ഒരു മാസം കൂടി വായിക്കുമെന്ന്. അങ്ങനെ 1-2 മാസം ഈ പണ്ഡിതൻ വന്നു. പിന്നെ പണ്ഡിതനെ കാണാനില്ല. പണ്ഡിതൻ രാജാവിന്റെ സമക്ഷത്തിലേക്ക് എനിക്ക് കഥ വായിക്കാം, അർത്ഥം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു വന്നിരുന്ന പണ്ഡിതനെ പിന്നെ കണ്ടില്ല. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞപ്പോ രാജാവ് ആളെ വിട്ടു. ആ പണ്ഡിതൻ എവിടെയൊന്ന് അന്വേഷിച്ചു വരാൻ പറഞ്ഞു, ഉണ്ടെങ്കിൽ കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു. ഉള്ള ഭടന്മാര് പണ്ഡിതന്റെ വീട്ടിലെത്തി. പണ്ഡിതൻ അപ്പൊ വീട്ടിലടച്ചിരുന്നിട്ട് ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നുണ്ട്. കണ്ണിൽ നിന്ന് ഇങ്ങനെ ആനന്ദാശ്രുക്കൾ ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ട് ആ ഒരു നിർവൃതിയിലിരിക്കുന്ന ഒരു രംഗമാണ് ഈ ഭടന്മാര് വരുമ്പോ കാണാൻ പറ്റുന്നത്. അങ്ങേ രാജാവ് വിളിക്കുന്നുണ്ട്. എന്തിനാ? അല്ല, അങ്ങല്ലേ അവിടെ ഒന്ന് കഥ പറയാ പറഞ്ഞു. ഞാൻ ഇനി ഒരു കഥയും പറയാനില്ല, ഇനി ഒരു കഥയും എനിക്ക് പറയാനില്ല. അറിയാതെയായിരുന്നു ഞാൻ ഇത്രയും കാലം കഥ പറയാന്ന് പറഞ്ഞത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഇനി എനിക്കൊരു കഥയും പറയാനില്ല. ഇതാണ് മൂന്നാമത്തെ കഥ. ആദ്യത്തെ കഥ എന്താ പറയാൻ കാരണം വെച്ചാൽ, നമ്മൾ ഈ മഹർഷീശ്വരന്മാര് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി കഥാരൂപത്തില് പുരാണ കഥകളെ വെളിപ്പെടുത്തിയപ്പോൾ നമ്മൾ ആ കഥയായി മാത്രം കണ്ട് ശ്രീരാമൻ അത് ചെയ്തു, ശ്രീരാമൻ ഭാര്യയെ ഉപേക്ഷിച്ചു, ശ്രീരാമൻ രാജ്യം നേടാണ്ട് കാട്ടിലേക്ക് പോയി, രാവണനെ കൊല്ലാൻ 14 കൊല്ലമൊക്കെ വേണോ, ഈ ജാതി ചോദ്യങ്ങളും ചോദിച്ച് വിമർശനങ്ങളുമായി തലങ്ങും വിലങ്ങും നടക്കുക. കുറെ പേരെങ്കിലും, ഒരു 80% പേരെങ്കിലും ഒന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ ഇതില് രാമൻ ആരായിരുന്നു? രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. രാമൻ ധർമ്മത്തിന്റെ വിഗ്രഹമായിരുന്നു. എന്താണ് ഇവിടെ ധർമ്മം? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്ന ചതുരുപായങ്ങളിൽ പെടുന്ന ധർമ്മമല്ല ഇവിടെ പറയണത്. സാക്ഷാൽ പരമാത്മാവായിട്ടുള്ള ശ്രീ നാരായണൻ മനുഷ്യാവതാരം എടുത്തപ്പോൾ മനുഷ്യന്റെ ധർമ്മം എന്താണ്? സർവോപരി അദ്ദേഹം രാജാവായിരുന്നു. സൂര്യവംശത്തിലെ പ്രസിദ്ധമായ രാജവംശത്തിലെ രാജാവായിരുന്നു. ആ രാജാവിന്റെ മകനായി ജനിച്ചിട്ട് എന്താണ് രാജധർമ്മം, എന്താണ് മാനവധർമ്മം? സ്വന്തം ദുഃഖത്തേക്കാൾ മറ്റുള്ളവരുടെ ദുഃഖത്തിന് വില കൽപ്പിക്കുന്ന മനുഷ്യന്റെ ആ മഹത്തായ ധർമ്മത്തിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഈ രാമധർമ്മം അല്ലെങ്കിൽ രാമനാകുന്ന
ആ ധർമ്മ വിഗ്രഹം ആ രാമായണത്തിൽ ഉടനീളം സഞ്ചരിക്കുന്നത്. രാമൻ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ടോ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ടോ യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് ആ രാമായണം മുഴുവൻ ഈ പറഞ്ഞ പോലെ 1 മാസമോ 2 മാസമോ 10 മാസമോ ജന്മം മുഴുവൻ ഇരുന്ന് വായിച്ചാലും നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് അങ്ങനെ നമ്മുടെ ധർമ്മം എന്താണ് എന്ന് സ്വന്തമായിട്ട് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ആ ഒരു പക്വത ഇനിയും വന്നിട്ടില്ല എന്നാണ് വളരെ വിഷമത്തോടുകൂടി പറയേണ്ടി വരും. കാരണം വേറൊന്നല്ല, ഓരോരുത്തർക്കും ഓരോ ധർമ്മങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് മനുഷ്യന്റെ ധർമ്മം. ഈ ലോകത്ത് 84 ലക്ഷം സ്പീഷീസുകൾ ഉണ്ട് എന്നാണ് പറയണത്. ഈ 84 ലക്ഷം സ്പീഷീസുകളുടെയും ആകെ തുകയാണ് മനുഷ്യൻ. മാത്രമല്ല, ത്രിഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഏതൊരു ജീവജാലങ്ങളിലും ആ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത്. അപ്പൊ ഈ ത്രിഗുണങ്ങളെയും ഈ ഇത്രയധികം ജീനുകളെയും മറികടന്നുകൊണ്ട് ഒരു വ്യക്തിക്ക് അത്യുന്നതങ്ങളിൽ എത്തുക എന്ന് പറഞ്ഞാൽ കഠിന പരിശ്രമം തന്നെ വേണം. വെറുതെ ഈ കഥ ഇരുന്ന് വായിച്ചത് കൊണ്ടൊന്നും അവിടേക്ക് എത്താൻ പറ്റും എന്ന് പറയണത് വെറുതെ ഈ പരസ്യം കൊടുക്കുന്നത് കഥ പറഞ്ഞ വരെയുള്ളൂ. ഞാനിത് പറയണത് കൊണ്ട് കുറെ ആൾക്കാർക്ക് ചിലപ്പോൾ വിഷമം തോന്നുമായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിലെ വിഷമം കൂടിയാ പറയണം. കാരണം നടക്കുന്നത് നമ്മളെ ഹിന്ദു സമൂഹം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മൾ പിഷാരടിമാരെ എന്തോ ആയിക്കോട്ടെ, ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നപ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതൊക്കെ അറിയാം. എന്നാലും നമുക്കിപ്പോൾ ഇവിടെ അല്ലേ പറയാൻ പറ്റൂ. ഞാൻ എൻ്റെ ഏട്ടന്മാരുടെ അടുത്തും അല്ലെങ്കിൽ എൻ്റെ അമ്മാവന്മാരുടെ അടുത്തും എൻ്റെ അനിയന്മാരുടെ അടുത്തും അനിയത്തിമാരുടെ അടുത്തും പറയുന്നത് പോലെ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നുള്ളൂ. ഒരു പ്രഭാഷണം നടത്തിയിട്ട് വലിയ സംഭവം ആവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രഭാഷകനായിട്ടൊന്നും അല്ല. ഞങ്ങൾക്ക് അധികം മുദ്ര കാണിച്ചിട്ടാ ശീലം, സംസാരിച്ച ശീലമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ അതുപോലെ ഈ രാമൻ എന്നുള്ളത് എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആ രാമായണം വീണ്ടും 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 വായിച്ച് ആ കഥ എന്താണ്, ഋഷീശ്വരന്മാര് ഇത്രയധികം ദിവ്യന്മാരായിട്ടുള്ള അവര് എന്തിനാണ് ഇങ്ങനെ ഒരു കഥ എഴുതിയത്? മനുഷ്യനൊരു സ്വഭാവമുണ്ട്, എന്താ അറിയോ? നമുക്ക് എന്ത് ഇല്ല എന്ന് നമുക്ക് തോന്നണോ അത് വേറൊരുത്തനിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു വികാരം. നമ്മൾ അനുഭവിക്കുന്ന ദുഃഖത്തിനേക്കാൾ കൂടുതൽ വേറൊരാൾ ദുഃഖം അനുഭവിക്കുന്നു എന്ന് കാണുമ്പോൾ തോന്നുന്ന ഒരു സമാധാനം. ഈ പുരാണ കഥകളിൽ ശ്രീരാമൻ അനുഭവിച്ച ദുഃഖം നമ്മൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി വേറെ തത്വങ്ങളിലേക്കോ ഒന്നിലേക്കും പോണ്ട. ഈ രാമന്റെ ദുഃഖം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ദുഃഖവും തീർന്നു. അങ്ങനെ ദുഃഖം തീർന്ന് സന്തോഷമായി, സിമ്പിളായി, സന്തോഷമായിട്ട് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഋഷീശ്വരന്മാരുടെ കാരുണ്യമാണ് സത്യം പറഞ്ഞാൽ ഇതിഹാസവും പുരാണങ്ങളും. നമ്മൾ എന്തിനാ വല്ലാത്ത ഉയരങ്ങളിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഈ മോക്ഷം എന്ന് പറയണത് അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയണത്, എന്താ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ കുറെ പരബ്രഹ്മങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. വായന ബ്രഹ്മാണ്, നിങ്ങൾ ബ്രഹ്മാണ്, നിങ്ങൾ അതാണ്, തത്വമസിയാണ്, തത്വമഹാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്താ തത്വമസി, എന്താ ബ്രഹ്മം? ഈ നഴ്സറി ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് കോളേജ് ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളിലെ ആൻസർ നേരിട്ട് പറഞ്ഞു കൊടുക്കണ കഥയല്ല ഇതൊക്കെ. ഇതൊക്കെ നമ്മൾ സ്വയം ആർജിച്ചെടുക്കേണ്ട സംഗതികളാണ് ഇതെല്ലാം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഒരു നാലപ്പാട്ട് നാരായണമേനോന്റെ ഒരു കവിതയാണ് എനിക്ക് ഓർമ്മ വരിക. അതിനോ അപ്പുറത്തേക്ക് ഒരു ദാർശനിക കവിത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയില്ല. അനന്തവജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥ എന്തറിഞ്ഞു. എന്ത് കഥ നമുക്ക് അറിഞ്ഞിട്ടാ നമ്മൾ ഈ കഥയൊക്കെ പറയണം? എന്താ അറിയാ? നമുക്ക് ആകെ കൂടി അറിയാം തൃശ്ശൂര് ജില്ല അല്ലെങ്കിൽ ഇന്നൊരു സ്ഥലം. അത് വിട്ടാ കേരളം, കേരളം വിട്ടാ ഇന്ത്യ, ഇന്ത്യ വിട്ടാ ഏഷ്യ, ഏഷ്യ വിട്ടാ ഈ ലോകം എന്നൊക്കെ പറയണോ, ഭൂമി എന്ന് പറയണോ, അതിനപ്പുറം സൗരയൂഥം, അതിന്റെ അപ്പുറം ആലോചിച്ചാൽ അപ്പൊ തന്നെ കിളി പോകുന്ന അവസ്ഥയാണ്. അത്രയും ബൃഹത്തായിട്ടുള്ളത് ആദ്യം അന്തവും ഒന്നും ഇല്ലാത്തതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. എന്റെ ഗുരുനാഥൻ എന്നോട് ഒരിക്കലും പറയണ്ടായി. കഥകളിലത്തെ ഗുരുനാഥനല്ല കേട്ടോ. ഈ കടൽ ജലം ഇല്ലേ, നമ്മൾ കടലിലേക്ക് കടലിൽ ചെന്നിട്ട് ഒരു കുപ്പിയിൽ വെള്ളം കണ്ട് എടുക്കുക, അടയ്ക്കുക, എന്നിട്ട് അത് കടലിലേക്ക് ഇടുക. അപ്പൊ എന്തായി? കടലിലൊരു ജലം, കുപ്പിയിലൊരു ജലം, ഫലത്തിൽ രണ്ടും ഒരേ ജലമാണ്. എന്നത് ഒരേ ജലമായിട്ടാണോ നിലകൊള്ളണത്? അല്ല.
അപ്പൊ അത് എന്ത് വേണം? കടല് പറഞ്ഞാൽ അത്രയും അറിയാലോ, അത്രയും വിസ്തൃതമായി കുപ്പിയെ സംബന്ധിച്ചിടത്തോളം കടലൊരു ബ്രഹ്മം. ഈ ബ്രഹ്മത്തിൽ ലയിക്കണമെങ്കിൽ നമ്മുടെ അടപ്പങ്ങട് ഊരണം, ഈ വെള്ളം മുഴുവൻ അലക്കി കളയണം. എന്നാൽ മാത്രമാണ് ഈ പറയുന്ന ബ്രഹ്മസാക്ഷാത്കാരം പറഞ്ഞൊരു സാധനം ഉണ്ടാവുള്ളൂ. അല്ലാത്തോടത്തോളം ഈ അടപ്പ് ടൈറ്റ് ആക്കി പിടിച്ചുകൊണ്ട് ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പറയാമെന്ന് മാത്രം ഉള്ളൂ. ഇത് പറയുന്നത് ശരിയാണോ, പറയുന്നത് തെറ്റാണോ, അങ്ങനെയൊന്നുമില്ല. അനവധി കഥകളും അനവധി മന്ത്രതന്ത്രങ്ങളും അനവധി സമ്പ്രദായങ്ങളും അനവധി ആചാരങ്ങളും ഓരോ മനുഷ്യനും ഒരു 100 ആചാരങ്ങൾ തന്നെ നിലയ്ക്ക് ഇപ്പോ ഈ ലോകത്ത് നിലവിലുണ്ട്. ഇത് എല്ലാം ശരിയാണെന്നും പറയാൻ നിവൃത്തിയില്ല, തെറ്റാണെന്നും പറയാൻ നിവൃത്തിയില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അത് തെറ്റാണെന്ന് പറയേണ്ടി വരുന്നത്? അത് ഏതൊരു കാര്യത്തിന് വേണ്ടി ചെയ്യണോ അതിന്റെ ഫലം നമുക്ക് അവരിൽ കാണുന്നില്ല. ഒരു ഉദാഹരണത്തിനും പറയാം, നമുക്ക് രാമായണത്തിൽ തന്നെ അനവധി മഹർഷീശ്വരന്മാര് തപസ് ചെയ്തു, അവരെല്ലാം ബ്രഹ്മസാക്ഷാത്കാരം നേടി. എന്നാൽ അതേപോലെ ഇപ്പുറത്തെ അസുരന്മാരും തപസ് ചെയ്യുന്നുണ്ട് ഇല്ലേ, ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. രണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ഒന്നാണ് തപസ് എന്നുള്ള കർമ്മം. പക്ഷെ ആ തപസ് എന്ന് പറഞ്ഞ് ചെയ്യുന്ന കർമ്മത്തിൽ അവർ ഭൗതിക സുഖങ്ങൾ മാത്രം നേടുകയും ആ തപസ് കൊണ്ടുണ്ടാകുന്ന ഫലം തന്നെ അവർക്ക് വിനാശത്തിന് കാരണമായിട്ട് തീരുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ ഇന്നത്തെ കാലത്തോ ആയിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന കാലം ആയിക്കോട്ടെ, കഴിഞ്ഞു പോയ കാലം ആയിക്കോട്ടെ, നമ്മൾ ഭൗതിക നേട്ടത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ പരദ്രോഹത്തിന് വേണ്ടി മാത്രം ഇത്തരം കാര്യങ്ങൾ എടുത്ത് ഉപയോഗിക്കുമ്പോൾ അത് ആത്യന്തികമായി നമ്മളെ തന്നെയാണ് നശിപ്പിക്കുക എന്നുള്ള ഒരു തിരിച്ചറിവെങ്കിലും ചുരുങ്ങിയ വർഷം എല്ലാവർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവണം. കാണുന്നവരോട് പറഞ്ഞാൽ മതി. നമ്മളിപ്പോ പ്രഭാഷണത്തിന് പോയിട്ട് പറയുക അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു ചെറിയ കുട്ടികൾ മുതൽക്ക് വായിക്കുമ്പോൾ രാമായണം എന്താണ്, രാമൻ ആരാണ്, സീത ആരാണ്, ലക്ഷ്മണൻ ആരാണ്, എത്ര മഹത്തായിട്ടുള്ള ഒരു സഹോദര സ്നേഹമാണ് ശ്രീരാമന്റെ ആ രാമായണത്തിൽ നമുക്ക് കാണാൻ പറ്റുക. എല്ലാവരും പറയും രാമായണം എന്ന് പറഞ്ഞാൽ രാമന്റെ യാത്രയാണെന്ന്. പക്ഷെ ഞാൻ പറയും രാമനിലേക്കുള്ള യാത്രയാണെന്ന്. രാമനിലേക്കുള്ള യാത്രയാണെന്ന് പറയാൻ കാരണം ആ രാമൻ ജീവിച്ചതുപോലെയെങ്കിലും രാജാവായിട്ടല്ല, സാധാരണ മനുഷ്യനായിട്ട് ആ മാതൃസ്നേഹം, പിതൃസ്നേഹം, പിതാവിന്റെ വാക്കനുസരിക്കാനുള്ള ആ ഒരു ഉത്തരവാദിത്ത ബോധം, സഹോദര സ്നേഹം, സഹജീവി സ്നേഹം, തൻ്റെ കൂടെ നിൽക്കുന്നവരെ എന്നും സംരക്ഷിക്കാനുള്ള ആ ഒരു ഉത്തരവാദിത്ത ബോധം, സർവോപരി രാജധർമ്മം, ഇങ്ങനെയൊക്കെ ജീവിച്ച് ജീവിതകാലം മുഴുവൻ ദുഃഖം അനുഭവിച്ച് ഒരു അവതാരം ശ്രീമൻ നാരായണന്റെ ഈ ശ്രീരാമാവതാരം പോലെ വേറൊരു കഥയിലും കാണില്ല. അതുകൊണ്ട് ഇത് എത്ര രാജ്യങ്ങളിൽ, നമ്മളിപ്പോ വായിക്കുന്ന അധ്യാത്മരാമായണം മാത്രമല്ല, എത്ര രാജ്യങ്ങളിലാണ് ഈ രാമായണ കഥകൾ ഉണ്ടെന്നറിയും. അനവധി രാമായണ കഥകളാണുള്ളത്, പല കഥകൾ. അതുകൊണ്ട് ആ കഥ, ഈ കഥ ശരിയാണോ, ആ കഥ ശരിയാണോ, നമുക്കിതൊക്കെ അന്വേഷിക്കാനേ നേരമുള്ളൂ. എന്തായാലും ഞാൻ അധികം പറഞ്ഞ് മുഷിപ്പിക്കണില്ല എന്നല്ല, ഇത് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ രാമനോട് ചെയ്യുന്ന അനീതിയായിട്ട് എനിക്ക് തോന്നും. അതുകൊണ്ടാണ് ഭക്തി വേണം എന്ന് ഇപ്പൊ ഇതിൽ തൊട്ട് മുമ്പുള്ളതിൽ വായിച്ചു ഇല്ലേ. ഭക്തി കൊണ്ട് മാത്രമേ മുക്തി കിട്ടുള്ളൂ. ഭക്തി എന്താണ് ഭക്തി എന്നുള്ളതിനെ കൂടി ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. മോക്ഷസാധന സാമഗ്രിയാം ഭക്തിരേവ ഗരീയസി. കഴിഞ്ഞു. ആൾക്കാർ ഇത്രേ പറയൂ. അടുത്ത 2 വരിയും കൂടി ഉണ്ട്, അത് പറയില്ല. സ്വസ്വരൂപാനുസന്ധാനം ഇല്ലേ, സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരേവ ഗരീയസിന്നോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് പറയാം. ശ്ലോകം പറയണതിലൊന്നും വലിയ കാര്യമില്ല, കാരണം അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടേ കാര്യമുള്ളൂ. സ്വസ്വരൂപാനുസന്ധാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് നീ ആരാണ് എന്ന് നീയെങ്കിലും ചുരുങ്ങിയ പക്ഷം മനസ്സിലാക്കാതെ തന്നെ പറ്റിക്കാതിരിക്കുക. അത്രേ ഉള്ളൂ കാര്യം. അവനവനെ പറ്റിക്കാതിരിക്കുക. ഭക്തിയുടെ പേരും പറഞ്ഞ് ഭഗവാന്റെ മുമ്പിൽ പോയി പലതും ചെയ്യുന്നതും പലതും കാണിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതൊക്കെ അവരവർക്ക് തന്നെ അറിയാം ഇതൊക്കെ എന്താ ചെയ്യണമെന്നുള്ളത് ഇല്ലേ. അത് ഒഴിവാക്കിയിട്ട് നമ്മൾ പിഷാരോടിമാരെങ്കിലും, നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരെങ്കിലും, നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാരെങ്കിലും
ഭഗവാനെ പറ്റി ചിന്തിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിൽ പറയാം. കാരണം എന്താ പറയുക, നമുക്ക് ഭഗവാനെ കുറിച്ച് ഒന്നും അറിയില്ല. അതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിൽ പറയാം. അറിഞ്ഞ ഓൺ ദ സ്പോട്ടിൽ നമ്മുടെ സംസാരം നിൽക്കും. അപ്പൊ അതുവരെ നമുക്ക് പറയാം. പറയണത് തെറ്റില്ല, കഥ പറയണതാണ്, നല്ല കാര്യങ്ങളാണ്, അതെല്ലാം ഓക്കെ. അപ്പൊ നമ്മുടെ പുതിയ തലമുറയെയും നമ്മുടെ കൂടെ ഉള്ളവരെയും ഇത്തരം അനാചാരങ്ങളിലും ദുർവൃത്തികളിലും അല്ലെങ്കിൽ കഥയെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിക്കുന്നതിൽ നിന്നൊക്കെ ഒരു ബോധവൽക്കരണം കൊടുത്ത് എല്ലാവർക്കും ഈ കർക്കിടക മാസത്തിൽ മാത്രമാണ് ഇപ്പൊ രാമന് മാർക്കറ്റ് ഉള്ളൂ. അപ്പൊ കർക്കിടക മാസത്തിൽ എങ്കിലും ശ്രീരാമന്റെ കഥകൾ വായിക്കാനും അതിന്റെ അർത്ഥം സ്വയം ചിന്തിച്ച് മനസ്സിലാക്കാൻ പ്രാപ്തരാക്കാനും വേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐ ആം സോറി. ഞാനിത് മനഃപൂർവ്വം പറഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് വേദനിച്ചു എന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം ക്ഷമ ചോദിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് പറയാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ്. രാമനെ പറ്റിയിട്ടൊക്കെ കഥ നിങ്ങൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു അവസരത്തില് ഇങ്ങനൊരു 4 വാക്ക് പറയാൻ അനുവാദം തന്ന ഇതിന്റെ രാജേട്ടൻ, ഹരികൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും, ബാക്കിയുള്ള ആരൊക്കെയാണ് ഇതിന്റെ ക്രിയേറ്റേഴ്സ് എന്ന് എനിക്കറിയില്ല, എല്ലാവർക്കും, എല്ലാ രാമഭക്തന്മാർക്കും ശ്രീരാമന്റെ പേരിലും പ്രത്യേകിച്ച് മഹാനുഭാവനായുള്ള ആ രാമദാസന്റെ പേരിലും, രാമനാമം വെറുതെ പറഞ്ഞാൽ പോലും അവിടെ പ്രത്യക്ഷപ്പെടുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ പേരിലും എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.